ചെറുപ്പക്കാരുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ചെറുപ്പക്കാരെ ട്രാൻസ്ഫോം ചെയ്യുക വലിയ ചലഞ്ചുള്ളൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. ഒരുപക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ചെറുപ്പക്കാരിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരാളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വാസ് വാക്കിംഗ് എ സ്റ്റോക്ക്. അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വളരെ ജെന്യുവൻ ആയിട്ടുള്ള, വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള, വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ചെറുപ്പക്കാരെ വളരെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ തടസ്സം അതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ചെറുപ്പക്കാരെയൊക്കെ അഡ്വൈസ് ചെയ്യുമ്പോഴും നമ്മളുടെ പേഴ്സണൽ ക്രെഡിബിലിറ്റി എത്ര കണ്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ അഡ്വൈസ് ചെയ്യാനുള്ള എന്ത് അർഹതയാണോ ഉള്ളത്, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ സൈക്കോളജിക്കലായിട്ട് പോലും ചെറുപ്പക്കാരെ, അല്ലെ അവരുടെ ജനറേഷനെ, അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ വ്യത്യസ്തതകളെ ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെറുപ്പക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ചെറുപ്പക്കാരെ കുറേ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്, അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ആവശ്യമെങ്കിൽ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. യുവജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന് പലരുടെയും ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ എന്തു പറഞ്ഞാലും അവർക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, എന്തു പറഞ്ഞാലും അവർ വേറെ രീതിയിലാണ് അതിനെ എടുക്കുന്നത്, എങ്ങനെയാണ് ഇവരെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും യുവജനങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ, അത് വീടുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും, എന്തിനു പറയുന്നത്, ഗവൺമെൻറ്റിന് പോലും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജെൻസിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ യുവജനങ്ങളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളൊരു പ്രശ്നം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലം മാറുന്നതിനനുസരിച്ച് യുവജനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെയൊക്കെ തലമുറയിൽ ഞാനൊക്കെ ഓറിയൻറ്റഡായി വന്നതുപോലെ അല്ല ഇന്നത്തെ ഒരു യുവജനം ഓറിയൻറ്റഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പലരും ചോദിക്കുന്നുണ്ട് ഇന്നത്തെ യുവജനങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ്. തീർച്ചയായിട്ടും അവർ കണ്ട കാഴ്ചകൾക്കനുസരിച്ചാണ് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ച് അവർ ആക്ട് ചെയ്യുകയല്ല, അവർ പലപ്പോഴും റിയാക്ട് ചെയ്യുകയാണ്. അവർക്ക് കിട്ടുന്നതിനോടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്, നമുക്ക് കിട്ടിയതിനോടാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള തലമുറകളോട് എപ്പോഴും പിന്നെ പലതരത്തിൽ ഉള്ള ഡിസഗ്രിമെൻറ്റിലും പലതരത്തിലുള്ള ഡിസെൻറ്റിലും ഒക്കെ തന്നെയാണ് യുവജനങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹം പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി മാർ കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലുമായിട്ട് അദ്ദേഹത്തിന് വലിയ ഡിസഗ്രിമെൻ്റ് ഉണ്ടാകുകയും അദ്ദേഹം വലിയ സമരത്തിലേക്ക് പോവുകയൊക്കെ ചെയ്ത കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം UC കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ പിന്നെ മുതിർന്ന തലമുറയുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നം, കാരണം അവരൊക്കെ സാമൂഹികപരമായ പല കാര്യങ്ങളിൽ ഇടപെടുന്നവരായിരുന്നത് കൊണ്ട് തന്നെ അതിനു മുമ്പുള്ള തലമുറയുമായിട്ട് എപ്പോഴും വാഗ്വാദങ്ങളും കോൺഫ്രണ്ടേഷൻസും ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ പ്രശ്നമൊന്നുമല്ല. അപ്പം ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തന്നെ, ഞാനൊരു യുവാവായിരുന്ന കാലഘട്ടത്തിലൊക്കെ ധാരാളമായിട്ടുള്ള പിന്നെ ഡിസഗ്രിമെൻറ്റുകളും ഡിസെൻറ്റുകളും ഒക്കെ നടത്തി തന്നെയാണ് ഞാൻ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ്. പക്ഷേ അത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിലൂടെ അവരോടൊപ്പം വളരാനും അവർക്കനുസരിച്ച് വളരാനും നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു എല്ലാ കാലഘട്ടത്തിലും കുറച്ചുകൂടെ ലേണേഴ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ലേണിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത ഒരു തരത്തിലാണ് മുതിർന്നവർ നിൽക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ അടുത്തിടയിലൊരു പിന്നെ ഡോക്ടർ വാസുകിയുടെ ഒരു മനോഹരമായിട്ടൊരു ടോക്ക് ഞാൻ കേൾക്കുകയായിരുന്നു. അതിനകത്ത് വാസുകി പറഞ്ഞ ഒരു കാര്യം, നമുക്ക് എംപവേർഡ് വിമൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എന്താണെന്നൊക്കെ മനസ്സിലാക്കി, എംപവേർഡ് വിമനെ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി. പക്ഷേ വലിയൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ എംപവേർഡ് വിമനുമായിട്ട് എങ്ങനെ ജീവിക്കാമെന്നുള്ളത് നമ്മുടെ ആൺകുട്ടികളെ പഠിപ്പിച്ചില്ല. എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു ചിന്തയാണ്, വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എംപവേർഡ് വിമനെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ എംപവേർഡ് വിമനെ ജീവിതത്തിലേക്ക് കിട്ടിയ ഒരു ആൺകുട്ടി, അല്ലെങ്കിൽ പങ്കാളിയായി കിട്ടിയ ഒരു ആൺകുട്ടി എങ്ങനെയാണ് ഒരു എംപവേർഡ് വിമനുമായിട്ട് ജീവിക്കേണ്ടത്, ഇത് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു പക്ഷേ ഇന്നത്തെ തലമുറയെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ടെങ്കിൽ ആ തലമുറയുടെ കൂടെ എങ്ങനെയാണ് ഒരു മുതിർന്ന തലമുറയ്ക്ക് സഹവസിക്കാൻ കഴിയുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഇന്ന് തന്നെ ഞാൻ രാവിലെ കണ്ടത്, ഗവൺമെൻറ്റിലെ ഒരു വലിയ ടോപ്പ് ഒഫീഷ്യൽ പിന്നെ യൂത്തിന് വേണ്ടി കുറേ അഡ്വൈസുകൾ കൊടുത്തേക്കാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, യൂത്ത്
അഡ്വൈസുകൾ സ്വീകരിക്കുന്നവരല്ല. അതൊരു വൺ സൈഡഡ് ആൻഡ് ബ്ലൈൻഡ് ആൻഡ് ബ്ലണ്ട് അഡ്വൈസുകൾ സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല യൂത്ത്. അപ്പോൾ അത്രയും വലിയൊരു ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബ്ലണ്ടായിട്ടുള്ള അഡ്വൈസുകൾ കൊടുക്കാൻ സാധിക്കുന്നത്? ഇഫ് ഈസ് റിയലി ഇൻട്രസ്റ്റഡ് അബൌട്ട് ദ യൂത്ത് ഓഫ് ദിസ് കൺട്രി, ഈ ഷുഡ് മൂവ് ഇൻ ടു ദ സൈഡ് ഓഫ് ദ യൂത്ത്. അവരുടെ സൈഡിലേക്ക് പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരുമായിട്ട് റെക്കൺസൈൽ ചെയ്തിട്ട് അവരുമായിട്ട് ഡിസ്കഷനിൽ ഏർപ്പെട്ടിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ദം ഇൻ ടു കോൺഫിഡൻസ്, നമുക്ക് അവരുമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വളരെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യണം. പ്രധാനപ്പെട്ടൊരു കാര്യം, വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ, നമ്മൾ മക്കളായാലും ഒരു യുവജനത്തിൻ്റെ ഏജിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളോട് നമ്മൾ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അവരെ വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. ഈ ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ ആ ലിസണിങ്ങിനകത്ത് തന്നെ നമുക്കവരെ കേൾക്കാനൊരാഗ്രഹമുണ്ട്, ഒരു ഷാർപ്പ് കീനായിട്ടുള്ള ഒരു എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ളൊരു വലിയ കീൻ ഒബ്സർവേഷനുണ്ട് എന്നൊക്കെയുള്ളത് അവർക്ക് മനസ്സിലാണ്. നമ്മൾ ഹാപ്പിയാണ് അവരെ കേൾക്കുന്നതിൽ. അതിനുള്ളൊരു ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും ഒക്കെ ആയിട്ടായിരിക്കണം നമ്മൾ അവരെ കേൾക്കുന്നത്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ലേൺ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ഈ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിലൊക്കെ പറയാറുണ്ട്, ഈ കസ്റ്റമർ സെയിൽസ് ട്രെയിനിങ്ങിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഒരാൾ വളരെ അജിറ്റേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് ഇരുത്തി ഒരു ഗ്ലാസ് തണുത്ത വെള്ളമൊക്കെ കൊടുത്തിട്ട് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ അവരുടെ പകുതി പ്രശ്നം തീരും എന്ന് പറയുന്ന പോലെയാണ്. നമ്മളിവരെ ആക്റ്റീവായിട്ടൊന്ന് കേൾക്കാൻ തയ്യാറായാൽ തന്നെ ഒത്തിരി വലിയ മാറ്റം ഉണ്ടാകും. അതുപോലെ വി ഹാവ് ടു ഷോ റെസ്പെക്ട്, ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. നമ്മൾ യുവജനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. അവരും റെസ്പെക്റ്റ് അർഹിക്കുന്ന മനുഷ്യരാണ്. അവർ ഈ ലോകത്തിൽ വളർന്നു വരുന്ന ഇൻഡിവിജ്വൽസാണ്. അവരൊരു സ്പേസ് കണ്ടെത്താനായിട്ടുള്ളൊരു ശ്രമത്തിൽ, ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് അവർ വളരെ മെച്ചുവേർഡൊന്നും ആയിട്ടില്ല. പക്ഷേ അവരെ നമ്മൾ വളരെ ഗൗരവമായി റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് റിവാർഡ് നമുക്ക് ലഭിക്കും, ഒരു സംശയമില്ല. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നതും അവർക്ക് റിലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള എക്സാമ്പിൾസും ലാംഗ്വേജസും ഉപയോഗിക്കണം. പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു ഭാഷയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഷയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്, വലിയ ചരിത്രമൊക്കെ ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ്. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുക, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആദ്യം അവരെ അങ്ങ് ഇരുത്തിക്കളയാം, അല്ലെങ്കിൽ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരൊന്നും അല്ല എന്നൊക്കെ വരുത്താൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. വളരെ വലിയ വിഡ്ഢിത്തമാണ്. കാരണം ഇത് എന്തെങ്കിലും നോളജ് കോണ്ടെക്സ്റ്റോ പരീക്ഷയോ ഒന്നും അല്ല. ചർച്ചയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിസ്കഷൻ എന്ന് പറയുന്ന, ഒരു ടോക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ടു ഇൻഫ്ലുവൻസ്. ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ ഏതാണ്ട് വലിയ മിടുക്കനാണെന്ന് കാണിക്കുന്നതിലൂടെ എനിക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് അവർ മിടുക്കരാണെന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ കുറച്ചുകൂടെ ചിലപ്പോൾ സാധ്യതകൾ കൂടുതലായിരിക്കും. അതുപോലെ വളരെ ഓപ്പൺ ഡയലോഗ്സ് എൻകറേജ് ചെയ്യണം. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും അത് സോൾവ് ചെയ്യുന്നത്, അല്ലെ ഇത്തരം ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ അല്ലെ വിഷയത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ അവരോട് ചോദിക്കുക. അവരുടെ അഭിപ്രായത്തിനും അവരുടെ ചിന്താഗതികൾക്കും അവരുടെ സൊല്യൂഷൻസിനും ഒക്കെ ഒരു വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ദേ ഫീൽ ഗ്രേറ്റ്. നമ്മുടെ ഒരു ധാരണയാണ്, ഈ മുതിർന്നവർക്കാണ് എല്ലാം അറിയാവുന്നത്, ചെറുപ്പക്കാർക്കൊന്നും അറിയില്ല എന്നൊക്കെയുള്ള ചില ധാരണകളുണ്ട്. ചെറുപ്പക്കാർക്ക് നമ്മളെക്കാളും അറിവുള്ള, അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത മേഖലകളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് ഉള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട്. പക്ഷെ അവരെ നമ്മൾ വാല്യൂ ചെയ്യാതെ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറ്റ് ബാക്ക് ഫയർസ്. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്ക് അഡ്വൈസുകളല്ല അവർക്ക് ആവശ്യം. അവരുടെ ആർഗ്യുമെൻറ്റുകൾക്ക് പോകാതിരിക്കുക. പലപ്പോഴും അവരുമായിട്ട് ആർഗ്യുമെൻറ്റിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആർഗ്യുമെൻ്റ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ മെൻ്റൽ കപ്പാസിറ്റി അനുസരിച്ചാണ്. അത് റിസീവ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്കം എങ്ങനെയായിത്തീരുമെന്നൊന്നും നമുക്കറിയില്ല. പലപ്പോഴും ആർഗ്യുമെൻറ്റിനല്ല പോകേണ്ടത്. അവരുമായിട്ട് നല്ല ഓപ്പൺ ഡിസ്കഷൻസ് ഉണ്ടാകും. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ. എല്ലാവരും ഈക്വലായിട്ടിരുന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ ഏതാണ്ട് വലുതാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടൊന്നും വരില്ല.
ഇത് നമ്മൾ മനസ്സിലാക്കണം. യൂത്തുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഓപ്പണായിട്ട് വേണം, കുറേ കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സ്പേസ് അവർക്ക് കൂടെ കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക, വിജയിക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് നമ്മൾ വളരെ ഓണസ്റ്റും ഓതൻറ്റിക്കും ആയിരിക്കണം. പലപ്പോഴും ഈ യൂത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കേസുകളിലും കാണുന്നത്, നമുക്ക് ചില അജണ്ടകളുണ്ട്, അത് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കണം. അല്ലെ ചില കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റുമായിട്ട് നമ്മൾ യുവജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും യുവജനങ്ങൾ വയലൻ്റ് ആവും, യുവജനങ്ങൾ അവരുടെ വഴി തേടും, യുവജനങ്ങളുമായിട്ട് കണക്റ്റ് ആവില്ല. വളരെ ഓണസ്റ്റും വളരെ ഓതൻറ്റിക്കുമായിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള ശരിയായ ഒരു പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട്, സിൻസിയറാണ്, ജെന്യുവിനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഒരു ട്രസ്റ്റ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. യുവജനങ്ങൾ പെട്ടെന്ന് ട്രസ്റ്റ് തരില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ ജനിച്ച് വളർന്ന കാലം മുതൽ അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു. എല്ലാവരും അവരെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും മുതിർന്നവരെല്ലാം അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുത്തതൊക്കെ അവരെ പറ്റിക്കുന്ന പല കാര്യങ്ങളുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അത്തരം കുട്ടികളിൽ, അല്ലാത്തടത്ത് കുട്ടികൾക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്, ആത്മാഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെയും വിശ്വസിക്കാൻ ധൈര്യം കാണിക്കും. പക്ഷേ ഒരു അല്പമെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വരാത്ത കുട്ടികളിൽ ട്രസ്റ്റ് ഉണ്ടാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ സമീപിക്കുന്ന ആൾക്കാർ വളരെ ജെന്യുവിനായിരിക്കണം, വളരെ ഓണസ്റ്റ് ആയിരിക്കണം, വളരെ ഓതൻറ്റിക് ആയിരിക്കണം. തീർച്ചയായിട്ടും അവരതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ വളരെ പ്രധാനമായിട്ടൊരു കാര്യം കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ക്രിറ്റിസിസം അല്ല യുവജനങ്ങൾ സ്വീകരിക്കുന്നത്. വളരെ ബ്ലണ്ടായിട്ട് അവരെ ക്രിറ്റിസൈസ് ചെയ്യുക, ഇപ്പോഴത്തെ യുവജനങ്ങളൊന്നും കൊള്ളില്ല, അവരങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കുഴപ്പം പിടിച്ച ഔട്ട്ഫിറ്റുകളിലൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും അവരെ നമുക്ക് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പലപ്പോഴും യുവജനങ്ങളുമായിട്ടുള്ള ഒരു യാത്ര എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്യുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യണേ തന്നെ നമ്മൾ അവരുമായിട്ട് വളരെ ജെന്യുവിനായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, അവരെ കോൺഫിഡൻസിലെടുക്കാൻ ശ്രമിക്കുക, അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് നമ്മളോടൊരു വിശ്വാസം വരികയും നമ്മളുമായിട്ട് ഒരു ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നമ്മളോട് അവർക്ക് യാതൊരു തരത്തിലും ഒരു വിധേയത്വം തോന്നത്തില്ല. അപ്പോൾ നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കണം. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണേ അവരെ കുറേ മനസ്സിലാക്കുമ്പോഴാണ് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ വേദനകളും ഒക്കെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കുമ്പോഴാണ് ആ ഇൻഫ്ലുവൻസ് ഉണ്ടാകത്തുള്ളൂ. ആ ഇൻഫ്ലുവൻസിൽ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. ആ ഇൻസ്പിറേഷനാണ് ചേഞ്ചിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. പക്ഷെ നമുക്കങ്ങ് ധൃതിയാണ്, എല്ലാം പെട്ടെന്ന് സാധിക്കണം. സ്വിച്ച് ഇട്ടതുപോലെ കുട്ടികളെയൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു പ്രോസസ്സുണ്ട്, അതിനൊരു ടൈമുണ്ട്. അപ്പോൾ കുറച്ച് കൗൺസിലേഴ്സൊക്കെ എന്താ ചെയ്യുന്നത്, ദേ ട്രൈ ടു ഒരു മേക്ക് എ റാപ്പോ. അതാണ് അവരാദ്യം ശ്രമിക്കുന്നത്. ഒരാളുമായിട്ടൊരു കണക്ഷനിൽ വരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നു, അവരുടെ വിഷയങ്ങളിലൊക്കെ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചേഞ്ച് എളുപ്പമാണ്, ട്രാൻസ്ഫോർമേഷൻ എളുപ്പമാണ്. അല്ല നേരെ അങ്ങ് ചെന്ന് സ്വിച്ചിട്ടതുപോലെ യുവജനങ്ങളെ മാറ്റിക്കളയാമെന്ന് വെച്ചാൽ പലപ്പോഴും നടക്കില്ല. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് നമ്മൾ വളരെ പോസിറ്റീവായിരിക്കുക. അതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് നമുക്കുണ്ടായിരിക്കുക. നമ്മുടെ ജെസ്റ്റേഴ്സും നമ്മുടെ ലാംഗ്വേജും ഒക്കെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. പലപ്പോഴും നമ്മളൊരു പോസിറ്റീവായിട്ടല്ല അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നമ്മളെന്തെങ്കിലുമൊക്കെ ഗ്രഡ്ജൊക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മുൻപ് നടന്ന പല കാര്യങ്ങൾ, എനിക്കറിയാവുന്നൊരു പ്രിൻസിപ്പൽ, അദ്ദേഹം കുട്ടികളുമായിട്ട് ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ പുള്ളി പഴയതെല്ലാം എടുത്തങ്ങ് ഇടുകയാണ്. അതോടുകൂടി തന്നെ ആ ചർച്ച പോയി. അപ്പം ഞാനതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, ഈ പഴയ കാര്യങ്ങളും എടുത്തുകൊണ്ട് വരരുത്, വളരെ പോസിറ്റീവായിട്ട് വരിക. കാരണം ഇന്നൊരു സൊല്യൂഷൻ ഉണ്ടാവണം എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി വരിക. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പുള്ളി വന്നപ്പോൾ തന്നെ ആദ്യം പുള്ളി ഒരു ഇൻട്രൊഡക്ടറി ടോക്ക് എന്നും പറഞ്ഞത് മുഴുവൻ
ആ കുട്ടികളെ ആക്ഷേപിക്കുക, അവർ ചെയ്ത കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക, അവിടെ തന്നെ തീർന്നു. പിന്നെ ഒരു പോസിബിലിറ്റി ഇല്ല അതും ആ ചർച്ച മുമ്പോട്ട് പോകാനായിട്ട്. നേരെ മറിച്ച് അദ്ദേഹം എന്തായാലും ഒരു പുതിയ ഒരു സൊല്യൂഷന് വേണ്ടി വരികയാണെന്ന് വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് വന്നിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ബോഡി ലാംഗ്വേജ്, പ്രത്യേകിച്ച് നമ്മൾ ഭയങ്കര അതോറിറ്റേറിയനായിട്ട് ഇരിക്കുക, കാലുമേ കാലൊക്കെ വെച്ച് നമ്മളങ്ങോട്ട് ഇരുന്ന് നമ്മളെന്തോ ഭയങ്കരമാണെന്നൊക്കെ കാണിക്കുക, ഇത് അവിടെ തന്നെ പോയി. ആ ബോഡി ലാംഗ്വേജൊക്കെ നമുക്ക് ഗിവ് ആൻഡ് ടേക്ക് ബോഡി ലാംഗ്വേജിലാണെങ്കിൽ പലപ്പോഴും യുവജനങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് ക്ഷമ വേണം യുവജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ. നമുക്ക് ക്ഷമയുണ്ടായിരിക്കണം, നമ്മൾ മെച്ചുവേർഡായിരിക്കണം, നമ്മൾ വയസ്സായിരിക്കണം. പ്രായമുള്ളവരാണ് അത് കാണിക്കേണ്ടത്. പ്രായമുള്ളവർ വയസ്സാണെന്ന് കാണിക്കണം, പ്രായമുള്ളവർ മെച്ചുവേർഡാണെന്ന് കാണിക്കണം, പ്രായമുള്ളവർ പേഷ്യൻസ് കാണിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടല്ലേ ചെറുപ്പക്കാരിൽ ഇതൊക്കെ ഉണ്ടാവേണ്ടത്. ചെറുപ്പക്കാർ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്? അവർ ചെറിയ പ്രായം മുതലേ കാണുന്നത് ഭയങ്കര ഗ്രാൻഡ്യൂസിറ്റിയുള്ള, പൊങ്ങച്ചമുള്ള, അരഗൻസുള്ള, ഈഗോയുള്ള, നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ഗോൾഡൻ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഒരു അഗ്രഷനല്ല. അത് അങ്ങനെ ആഗ്രഹിക്കാൻ പോലും നമുക്കൊരു അവകാശമില്ല. എന്ത് കണ്ടിട്ടാണ് ഈ യുവജനങ്ങളൊക്കെ അവർ ഇപ്പം 20 വയസ്സുള്ള കുട്ടികളെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ 20 വർഷമായിട്ട് അവർ കണ്ടത് എന്താണ്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തെങ്കിലും നന്മയുള്ള, എത്ര നന്മയുള്ള പേഴ്സണാലിറ്റീസിനെ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് ബ്യൂറോക്രസിയിൽ എത്ര പേരുണ്ട്, ജുഡീഷ്യറിയിൽ എത്ര പേരുണ്ട്, മാധ്യമരംഗത്ത് എത്ര പേരുണ്ട്, ലെജിസ്ലേച്ചറിൽ എത്ര പേരുണ്ട്, സമൂഹത്തിൽ, റിലിജിയനിൽ, എഡ്യൂക്കേഷണൽ രംഗത്ത് ഒക്കെ ഞാൻ അതിനൊരു മാതൃകയാണെന്ന് സ്വയം പറയാൻ കഴിയുന്ന, ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന, ഓതൻറ്റിക് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് സമൂഹത്തിൽ. ഇതൊന്നുമില്ല. വീട്ടിൽ അച്ഛനും അമ്മയുടെ അവസ്ഥ എന്താ? അവരും മൈക്രോ മാനേജ് ചെയ്ത് അവരെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ളൊരു പോസിബിലിറ്റിയിൽ എത്തിക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. എന്നാൽ എൻ്റെ കുഞ്ഞ് ആരാണ്? ആ കുഞ്ഞിനെ ഒന്ന് കണ്ടെത്തി അവനെ ജീവിതത്തിൽ മനോഹരമാക്കാനായിട്ട്, അവനെ മനോഹരമാക്കാൻ, ആരാണെന്ന് കണ്ടുപിടിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ഒരിടത്തും നടക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു വളരെ മോശമായ പല പ്രവർത്തനങ്ങളുമാണ് കുട്ടികൾക്ക് പലപ്പോഴും ലഭിക്കുന്നത്. കുറച്ച് സമ്പത്ത് ഈ കാലഘട്ടത്തിൽ കൂടിയിട്ടുണ്ട്, കുറേ ലക്ഷറിയൊക്കെ കൂടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആന്തരികമായി ഒരു കുട്ടി ലോകത്തിന് എന്ത് കൊടുക്കും എന്ന് ചോദിച്ചാൽ അവന് കിട്ടിയതേ കൊടുക്കാൻ പറ്റുള്ളൂ. ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അവന് കിട്ടിയതൊന്നും ശ്രേഷ്ഠമായതൊന്നും അല്ല. ഓരോ രംഗത്തുള്ള ആൾക്കാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചോദിക്കേണ്ട കാര്യമാണ്, എന്താണ് ഞാൻ കൊടുത്തത്? കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞു, സാറേ ഈ ചെറുപ്പക്കാരെ കൊണ്ട് തോറ്റു, അവർക്ക് ഇതാണ് അതാണ്. ഞാൻ ചോദിച്ചു, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർക്ക് വേണ്ടി ചെയ്തത്? അപ്പം നിന്നു. പുള്ളി കുറേ ഈ നാമമാത്രമായ ചട്ടപ്പടി പരിപാടികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതൊക്കെ 10-30 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ മെത്തേഡ്സ്. ആധുനിക കാലത്തെ കുട്ടികളെ രൂപാന്തരപ്പെടുത്താൻ ആധുനികമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. 30 കൊല്ലം മുമ്പുള്ള പരിപാടികളുമായിട്ട് നമ്മളിരിക്കും. ഇത് തന്നെയാണ് വീട്ടിലും നടക്കുന്നത്. 30 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ് കുട്ടികളോട് പടി എന്നും പറഞ്ഞ് പുറകിന് നടക്കുകയാണ്. അവരെ നമുക്കൊരിക്കലും മിടുക്കരാക്കി എടുക്കാനായിട്ട് പറ്റില്ല. ഇന്ന് കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഓട്ടോണമിയിലേക്ക് ലീഡ് ചെയ്യണം, അവരെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കണം, ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാനുള്ള കരുത്ത് കൊടുക്കണം, അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കണം, അവരെ ഡെവലപ്പ് ചെയ്യണം, അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കണം. ഇത് തന്നെയാണ് സ്കൂളിലും ആവശ്യം. എല്ലാവരും അവരെ കുറേ കുറ്റം പറയുക എന്നുള്ളതാണ്. എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത്? ഞാനൊരു കോളേജ് പ്രിൻസിപ്പലിനോട് ചോദിച്ചു, സാറേ ഇവർക്ക് വല്ല ഗൈഡൻസും ട്രെയിനിങ്ങോ കൊടുക്കാം. നമ്മൾ ഒരു വലിയ പരിപാടി നടത്തി. ഞാൻ എന്ത് വലിയ പരിപാടി? അത് ഞങ്ങൾ എല്ലാവരെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കര ഒരു പരിപാടി. അതുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ഗുണം കിട്ടി? ഞാൻ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചപ്പോൾ എന്തൊക്കെയോ ഇവർക്ക് വേണ്ടി ഇവർ നടത്തുന്നു. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിങ് അസ്. ഞങ്ങളിത് തൊടാറ് പോലുമില്ല. നമ്മളെന്തൊക്കെയോ വലിയ പരിപാടിയാണ്. അത് ആർക്ക് വേണ്ടിയാണ് ഈ വലിയ പരിപാടികൾ നടത്തുന്നത്? നിങ്ങൾ കയ്യടി വാങ്ങിക്കാനായിട്ട് നടത്തിയ പരിപാടികൾ ആവശ്യമുള്ള കുട്ടികൾക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിച്ചു എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ്, കുട്ടികളെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അവരുടെ അപ്രോപ്രിയേറ്റായിട്ടുള്ള ചാനലുകളിൽ നമ്മളെത്തണം. അവരെവിടേക്കാണ്, അവരെന്തൊക്കെയാണ് കേൾക്കുന്നത്, അവരെന്തൊക്കെയാണ് കാണുന്നത്, അവരെവിടെയൊക്കെയാണ് വ്യാപരിക്കുന്നത്, അവിടെയൊക്കെ നമ്മൾ എത്തണം. അവർ കമ്മ്യൂണിക്കേറ്റഡ് ആകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനുമായിട്ട് എത്തണം. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്, അവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ നല്ല സിനിമകളിലൂടെ നമുക്ക് ഒത്തിരി ആശയങ്ങൾ ചെറുപ്പക്കാരിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും.
ആ തരത്തിലുള്ള സാമൂഹിക ബോധമൊക്കെ സിനിമാ രംഗത്തുള്ളവർക്ക് ഉപയോഗിക്കാം. നല്ല നല്ല പ്രഭാഷണങ്ങളിലൂടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അങ്ങനെയൊക്കെയുള്ള ട്വിറ്റർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലൂടെയൊക്കെ ധാരാളം പിന്നെ കാര്യങ്ങൾ അവരിലെത്തിക്കാനായിട്ട് സാധിക്കും. അവർ എവിടേക്കാണ് യുവജനങ്ങൾ അട്രാക്റ്റഡ് ആകുന്നത്? ഇപ്പോൾ വേൾഡ് കപ്പ് കണ്ടു, അതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നല്ല മെസ്സേജുകൾ അവരിലെത്തിക്കാനായിട്ട് അതിൻ്റെ സംഘാടകർക്ക് കഴിഞ്ഞോ? ഇപ്പോൾ ലോകത്ത് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് മെസ്സേജ് കൊടുത്തു എന്നുള്ളൊരു ചോദ്യവും കൂടി ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഉണ്ട്. മത രംഗത്തുള്ളവരൊക്കെ ഓരോ പ്രവർത്തനവും ചെയ്യുമ്പോൾ വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യുവർ യങ് ജനറേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഓരോന്നും ചെയ്യുമ്പോൾ എന്ത് മെസ്സേജാണ് അടുത്ത തലമുറയ്ക്ക് കൊടുത്തതെന്നുള്ളൊരു ചോദ്യവും കൂടെ അവിടെ അവശേഷിക്കുമ്പോഴാണ് അത് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ജഡ്ജിങ്ങും ക്രിറ്റിസൈസിങ്ങും ഒന്നും അമിതമായിട്ട് ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതുപോലെ അവരുടെ ഡിഫറൻസ്, അവരിലെ വ്യത്യസ്തതകൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കലി കറക്റ്റ് എന്നവരെപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പഴയ കാലത്തെ പല കാര്യങ്ങളും ഇന്നത്തെ തലമുറ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. പ്രത്യേകിച്ച് ഒരു ജെൻഡർ ഡിഫറൻസ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ കാസ്റ്റ്, ക്രീഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബറൊക്കെ ചെറുപ്പക്കാർക്ക് കുറേ കൂടി ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. എല്ലാ തൊഴിലിനും അതിൻ്റെ മഹത്വമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വരികയാണ് അവർ. ഒരു പക്ഷേ നമ്മളെ ജനറേഷനേക്കാളും കുറേ കൂടെ മെച്ചപ്പെട്ട ചില വാല്യൂസ് ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. അവർ പലപ്പോഴും നമ്മളെ ഡിവൈഡ് ചെയ്തിരുന്ന പല കാര്യങ്ങളെയും അവർ യുണൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു കാലഘട്ടത്തെക്കാളൊക്കെ കുറേ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളൊക്കെ, ചെറുപ്പക്കാരൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും യുവജനങ്ങളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇഫക്റ്റീവായിട്ട് യുവജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാതെ ഒരു ഗ്രോത്തും ഇല്ല, ഒരു ഡെവലപ്മെൻറ്റും ഇല്ല, ഒരു ഫ്യൂച്ചറും ഇല്ല. ഇപ്പോൾ ലോകത്തെ എല്ലാവരുടെയും മാതാപിതാക്കളാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ലോകത്തിലെ എല്ലാ ഏജൻസികളും ചെറുപ്പക്കാരുമായിട്ട് എത്ര കണ്ട് കണക്ട് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്, ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. അല്ല കുറേ ബിൽഡിങ് കെട്ടിയതുകൊണ്ട്, കുറേ മരാമത്ത് പണികൾ നടത്തിയതുകൊണ്ടും ഇവിടെ ഒന്നും ഡെവലപ്പ് ആവില്ല. കഴിഞ്ഞ ദിവസം ഒരാളിരുന്ന് സംസാരിക്കുന്ന കേട്ടു, ബോംബെയിൽ എന്തൊരു ഡെവലപ്മെൻറ്റാണ് എന്ന് ചോദിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് അവിടുത്തെ ഹ്യൂമൻ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണോ? ആണെങ്കിൽ നല്ല കാര്യം. പക്ഷേ ഈ പറയുന്നവരെല്ലാം അവിടെ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകളുടെയും ടൗൺഷിപ്പിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കുറേ ബിൽഡിങ്ങുകൾ കെട്ടിയാൽ ഡെവലപ്മെൻ്റ് ആവില്ല, കുറേ വണ്ടികൾ ഓടിച്ചാൽ ഡെവലപ്മെൻ്റ് ആവില്ല. ബ്രിഡ്ജസും റോഡും ഒക്കെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണെങ്കിലും അൾട്ടിമേറ്റ് ഡെവലപ്മെൻറ്റ് ഇസ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ഇൻ എ സൊസൈറ്റി. അതാണ് യഥാർത്ഥത്തിലുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ചെറുപ്പക്കാരുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കുറച്ചുകൂടെ പഠിച്ച് അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത തലമുറയുമായിട്ട് എത്ര കണ്ട് സ്മൂത്തായിട്ട് കണക്റ്റ് ആകുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ പീസ് നിലനിൽക്കുന്നത്, നമ്മുടെ സമാധാനം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ അടുത്ത തലമുറയുമായിട്ട് എത്ര എഫക്റ്റീവായിട്ട് കണക്റ്റ് ആകുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും ഭാവിയും ഒക്കെ ഉണ്ടാകുന്നത്. സ്കൂളുകൾ അവരെ എത്ര കണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എത്ര കണ്ട് അവരുമായിട്ട് കണക്റ്റ് ആകുന്നു അതിനനുസരിച്ചാണ് ആ കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇത് രാജ്യത്തിൻ്റെയും സൊസൈറ്റിയുടെയും എല്ലാം കാര്യത്തിൽ അത് തന്നെയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരുമായിട്ട് കൂടുതൽ ബെറ്ററായിട്ട് കണക്ട് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാനലിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ കമൻസിനും ചർച്ചകൾക്കൊക്കെ ഒരുപാട് നന്ദി. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും കൂടുതൽ പേരെ ഇതിൻ്റെ ഭാഗത്തെത്തിക്കാനും ഒക്കെ നിങ്ങൾ സഹായിക്കുക. എല്ലാവർക്കും നന്ദി. ഹാപ്പി ലിവിങ്.